എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ MS വേർഡ് തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹോമിലെത്തി. അപ്പോൾ ഹോം ടാബിനെ കുറിച്ച് പറഞ്ഞപ്പം അതിലുള്ള ഫസ്റ്റ് ഏതാണ് ഫോണ്ടിലേക്ക് നമ്മൾ എത്തിയില്ല. അതിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ് കഴിഞ്ഞു, ഫോണ്ട് ഗ്രൂപ്പിലേക്ക് എത്തി. അപ്പോൾ ഫോണ്ട് ഗ്രൂപ്പാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ MS വേർഡിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണാം അല്ലേ. അതായത് ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇവിടെ ഇവിടെ എന്തുണ്ടാവും, ടൈറ്റിൽ ബാർ ഉണ്ടാവും. ഈ ടൈറ്റിൽ ബാറിന്റെ ഇവിടെ ഓഫീസ് ബട്ടൺ, അതേപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഇങ്ങനെ കാണുന്ന ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും. ഈ ബോക്സ് ആണ് ആര്, ഫോണ്ട് ഗ്രൂപ്പ്. ഈ ബോക്സ് ആണ് ഫോണ്ട് ഗ്രൂപ്പ്. ആ ഫോണ്ട് ഗ്രൂപ്പിനെ ഞാൻ അങ്ങോട്ട് എടുത്തു വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ ആയിരിക്കും നമ്മളെ എന്തുണ്ടാവുക, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ മാറ്ററിന്റെ ഫോണ്ട് ഏത് ഫോണ്ടിലാണോ എന്നുള്ളത് വെച്ചാൽ ആ ഫോണ്ട് ഉണ്ടാവുക എവിടെയാണ്, ഇവിടെയാണ് ഉണ്ടാവുക അല്ലെ. ഇവിടെ കുറെ ഫോണ്ടുകൾ ഉണ്ടാവും. ഏതൊക്കെ ഉണ്ടാവും, കാലിബ്രി, ടൈംസ് സെയിം റോമൻ, ഏരിയൽ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പം MS വേർഡ് 2007 ഡീഫോൾട്ട് ആയ ഫോണ്ടിലുള്ള ഫസ്റ്റ് പോയിന്റ് പഠിച്ചോളൂ. MS വേർഡില് ഫോണ്ട് ഡീഫോൾട്ട് ആയ ഫോണ്ട് എന്ന് പറയുന്നത് ഏതാ, കാലിബ്രി ആണ്. കാലിബ്രി, അതേപോലെ കാലിബ്രി ബോഡി എന്നും പറയും കേട്ടോ. നമ്മുടെ കാലിബ്രിന്ന് എഴുതുന്നുള്ളൂ, കാലിബ്രി ആണ്. ഓക്കെ. അപ്പോ MS വേർഡ് 2007 അല്ലെങ്കിൽ വേർഡ് 2007 ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് ഏതാണ്, കാലിബ്രി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഫോണ്ട് ആണ് അല്ലെ. ഇനി ഇതെന്ന് പറയുന്നത് എന്താ, ഇതായിരിക്കും എന്ത്, ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഫോണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ബോക്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോണ്ട് സൈസ് എന്ന് പറയാ. ഓക്കെ. ഇതാണ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസിന്റെ ടേബിൾ ഞാൻ ഇങ്ങോട്ട് ഈ ബോക്സ് എടുത്ത് വരയ്ക്കുകയാണ്. ഇതാണ് ഫോണ്ട് സൈസ്. അപ്പൊ ഫോണ്ട് സൈസ് ഒരുപാട് ഫോണ്ടുകൾ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുക 8 സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ ഫോണ്ട് നമ്മള് ഫോണ്ട് സൈസ് ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു ഇത് ടൈപ്പ് ചെയ്തു. അപ്പൊ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫോണ്ട് സൈസിന്റെ ആ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പൊ ഫോണ്ട് സൈസ് ഓപ്പൺ ചെയ്തു. അപ്പൊ 8, 7, 9 അങ്ങനെ പോയിട്ട് എവിടെ വരെ എത്തും, 8, 7, 9 അങ്ങനെ ഒന്നുകൂടി എവിടെ വരെ ഉണ്ടാവും, 16 വരെ പോവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ വരിക, 16 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 18 അങ്ങനെ പോയി എവിടെ എത്തും, 28 എത്തും. ഓക്കെ. ക്ലിയർ ആണോ? അപ്പം ഈ ബോക്സ് ഞാൻ കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. അപ്പം ഡീഫോൾട്ട് ആയ ഫോണ്ട് നമ്മൾ പഠിച്ചു, ഏതാണ്, കാലിബ്രി ആണ് അല്ലെ. അപ്പം അതേപോലെ തന്നെ ഫോണ്ട് സൈസ് വരുന്നതിലും ഡീഫോൾട്ട് ഉണ്ട്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോക്സ് എടുത്ത് വരച്ചത്. അപ്പം ഈ ഫോണ്ട് സൈസിന്റെ എന്താണ് ബോക്സ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ ഫോണ്ട് സൈസ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ ഫോണ്ട് സൈസ് ഓപ്പൺ ചെയ്ത് വന്നു. അപ്പൊ ഓപ്പൺ ചെയ്ത് വന്നപ്പം 8 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, അങ്ങനെ പോയി എവിടെ എത്തി, 16 എത്തി. ഓക്കെ. 16 കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓരോ 1 പോയിന്റ് കൂടി പോയി 16 എത്തിയപ്പം പിന്നെ വന്നത് അടുത്തത് 2 പോയിന്റ് കൂടി 18, പിന്നെ 20 അങ്ങനെ പോയി. അവിടെ നിന്ന് എവിടെ എത്തി, 28 എത്തി. 28 എത്തി. 28 കഴിഞ്ഞ പിന്നെ ഏതാ, 36 ആണ് വരുന്നത് അടുത്ത പോയിന്റ്. 28 കഴിഞ്ഞ് 36 വന്നു, ദെൻ 48 വന്നു, ദെൻ ലാസ്റ്റ് 72 വന്നു. ഓക്കെ. അപ്പൊ ഇവിടെ 48, ദെൻ ലാസ്റ്റ് ഏത് വന്നു, 72. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഡീഫോൾട്ട് ആയ ഫോണ്ട് സൈസ്. ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഏതാണ്, ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ. അപ്പം ഡീഫോൾട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 11 ആണ്. ദെൻ ഫോണ്ട് ഗ്രൂപ്പിൽ, അതല്ലെങ്കിൽ ഫോണ്ട് ഗ്രൂപ്പിലെ ഫോണ്ട് സൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെ ഓൾറെഡി അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ്, ലോവസ്റ്റ് പോയിന്റ് എന്നോ ലോവസ്റ്റ് വാല്യൂ എന്നോ ഒക്കെ പറയാം, 8ഉം അതേപോലെ തന്നെ ഹയസ്റ്റ് വാല്യൂ, ലോവസ്റ്റ് വാല്യൂ 8 ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, 72. അപ്പൊ നമുക്ക്
ഫോണ്ട് സൈസ് ഗ്രൂപ്പിലുള്ള അല്ലെ ഫോണ്ട് സൈസ് ബോക്സിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 8ഉം ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 72 ആണ്. ഡിഫോൾട്ട് ആയ ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രിയും ഡിഫോൾട്ട് ആയ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 11ഉമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ് ലോവസ്റ്റ് ആയ വാല്യൂ, അതായത് ഇതിൽ കൊടുത്ത ഡിഫോൾട്ട് ആയ ലോവസ്റ്റ് വാല്യൂ 8 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതേപോലെ 72 അവസാനിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ ഒരു 13 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പം 9 ഞാൻ പറഞ്ഞില്ലേ 9, 10, 11, 12 എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാറും കേട്ടോ. 12 എത്തിയാൽ പിന്നെ 2 കൂടിയിട്ടാണ്. 12 കഴിഞ്ഞാൽ പിന്നെ 14 ആണ് വരിക, പിന്നെ 16, പിന്നെ 18, 20 അങ്ങനെയാണ് പോവുക. അപ്പം എനിക്കിപ്പോ ഞാൻ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിന് എനിക്ക് 13 എന്നുള്ളൊരു ഫോണ്ട് സൈസിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കത് എൻ്റർ ചെയ്യാം. അങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? 1 ആണ്. എത്രയാണ്? 1 ആണ്. ഓക്കെ, അതായത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഓൾറെഡി MS വേർഡ് 2007 ഡീഫോൾട്ട് ആയിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ ഫോണ്ട് സൈസുകൾ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് 8ഉം ഹയസ്റ്റ് 72 ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട സൈസ് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇന്ന സൈസിലേക്ക് നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ അല്ലെ ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാ? ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ലോവസ്റ്റ് വാല്യൂ 1 ആണ്. ഹയസ്റ്റ് വാല്യൂ അറിയണ്ടേ? ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1638 ആണ്. എത്രയാണ്? 1638, അതായത് 1638 ആണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് വാല്യൂ. ലോവസ്റ്റ് പോയിന്റ് അല്ലെ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഡീഫോൾട്ട് ആയ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 11 ആണ്. അതേപോലെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഉള്ള ലോവസ്റ്റ് വാല്യൂ 8ഉം ഹയസ്റ്റ് വാല്യൂ 72 ആണ് കേട്ടോ. ഇനി നമ്മൾ ഫോണ്ട് ചെയ്യല്ലോ. അപ്പൊ ഫോണ്ട് സൈസ് നമ്മൾ പറയുക പോയിന്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോണ്ട് സൈസ് അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണെന്നും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1638 ആണെന്നും ഞാൻ പോയിന്റിൽ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഇത് ക്ലിയർ അല്ലേ? ഫോണ്ട് സൈസ് എന്താണെന്ന് മനസ്സിലായി, ഫോണ്ട് സൈസ് എത്ര കൊടുക്കാം മനസ്സിലായി, ഫോണ്ട് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലായി. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫോണ്ടുകളെ പേരും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പം ഡീഫോൾട്ട് ഫോണ്ട് പറഞ്ഞു, ഡീഫോൾട്ട് ആയ ഫോണ്ട് സൈസ് പറഞ്ഞു, ഡീഫോൾട്ട് ആയിട്ടുള്ള ലോവസ്റ്റ് ഫോണ്ടും അതേപോലെ ഹയസ്റ്റ് ഫോണ്ടും പറഞ്ഞു, എൻ്റർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സും പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഡെസിമൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്തു, എനിക്ക് അതിന്റെ ഫോണ്ട് സൈസ് ഒരു 3.5 കൊടുക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. ഡെസിമൽ ആയിട്ട് പോയിന്റ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും. എങ്ങനെ? 3.5, അതേപോലെ 1.5, അല്ലെങ്കിൽ 16.5, അങ്ങനെ 0.5 ആയിട്ടുള്ളത് എന്ത് ചെയ്യാം? നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ 1.6 അല്ലെങ്കിൽ 3.8 ഇതേപോലത്തെ ഡെസിമൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡെസിമലിൽ ഏതേ പറ്റുള്ളൂ? ഈ 0.5 വരുന്ന ഇതിലുള്ള ഡെസിമൽസ് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഫോണ്ട് സൈസ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് നൽകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഫോണ്ട് പറഞ്ഞു, നമ്മൾ ഫോണ്ട് സൈസ് പറഞ്ഞു അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മെഷർ ചെയ്യുന്ന, അതായത് ഫോണ്ട് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? പോയിന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും?
ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1/72 ഇഞ്ചാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1/72 ഇഞ്ചാണ്. ക്ലിയർ ആണല്ലോ? 1 point is equal to 1/72 ഇഞ്ച്. ഇതൊരു പ്രാവശ്യം എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 point എത്രയാണെന്നുള്ളത്. യൂണിറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഈ വേർഡിലൊക്കെ പറയുന്നത്, അതായത് ഫോണ്ട്, അതേപോലെ ഫോണ്ട് സൈസ്, അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഓരോന്നിലും ഡീഫോൾട്ട് ഉണ്ടാവും. ആ ഡീഫോൾട്ട് ഉള്ളത് എന്തായാലും പഠിച്ചു വെക്കണം. അതെന്തായാലും അങ്ങനെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പം ഫോണ്ടിലെയും ഫോണ്ട് സൈസിലെയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ആളെ പോവാല്ലേ. അപ്പൊ നമ്മൾ വേർഡിന്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ വരുന്നതിൽ ഫോണ്ട് മാത്രമാണ് നമ്മൾ എടുത്തിങ്ങോട്ട് വരച്ചത് അല്ലേ. അപ്പം ഈ ഫോണ്ട് സൈസും കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സിൽ ഈ 2 ആൾക്കാരുണ്ടാവും. അതായത് ഇങ്ങനെയും ഉണ്ടാകും, അതേപോലെ ഈ 2 ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവര് പേരെന്താ വെച്ചാൽ ഇതാണ് ഗ്രോ ഫോണ്ട്. ഈ ഓപ്ഷൻ ആണ് എന്ത്? ഗ്രോ ഫോണ്ട്. ഇദ്ദേഹമാണ് ആര്? ഷ്രിങ്ക് ഫോണ്ട്. ഒരാള് ഗ്രോ ഫോണ്ടും ഒരാൾ എന്താണ്? ഷ്രിങ്ക് ഫോണ്ടും ആണ്. അപ്പം ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ കൂട്ടിയാൽ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൂടി കൂടി വരിക. അതേപോലെ ഷ്രിങ്ക് ഫോണ്ട് ആണെങ്കിൽ ഓരോ പോയിന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇത് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഷോർട്ട് കട്ട് കീ പ്രധാനമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഷ്രിങ്ക് ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ എന്തായിരുന്നു? ഷ്രിങ്ക് ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ ആലോചിച്ച് നോക്കൂ. ഷ്രിങ്ക് ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Shift+less than. ഓക്കെ അല്ലേ? അപ്പം Ctrl+Shift+less than ആണ് എന്ത്? ഷ്രിങ്ക് ഫോണ്ടിന്റെ ഫോണ്ട് സൈസ് ഷോർട്ട് കട്ട് കീ. ഇവിടെ എഴുതാം Ctrl+Shift+less than അല്ലേ? അങ്ങനെയാണ് ഗ്രോ ഫോണ്ടിന്റെ എന്തായിരിക്കും? Ctrl+, ഞാൻ പഠിപ്പിച്ച സമയത്ത് ഷോർട്ട് കട്ട് കീ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ നല്ല എളുപ്പമാണ്. രണ്ടിനും സെയിം ആൾക്കാരാണ്. കുറഞ്ഞു വരുന്നതിന് ലെസ് ദാനും കൂടി വരുന്നതിന് ഗ്രേറ്റർ ദാൻ ഉള്ള സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പം ഇവിടെ ഷോർട്ട് കട്ട് കീ പ്രധാനമാണ്, അത് പഠിക്കുക. ഷ്രിങ്ക് ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+less than. ഗ്രോ ഫോണ്ടിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+greater than. എന്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് നമ്മൾ ഇവയൊക്കെ ഈ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതായത് പിന്നെ ഫോണ്ട് സൈസ് കൂട്ടാനാണ് ഗ്രോ ഫോണ്ട്, കുറയ്ക്കാനാണ് ഷ്രിങ്ക് ഫോണ്ട്. ഓരോ പോയിന്റ് വീതമാണ് കൂടിയും കുറഞ്ഞും ഒക്കെ വരിക കേട്ടോ, അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മള് ഈ ഭാഗം വരെ കഴിഞ്ഞു, ഷ്രിങ്ക് ഫോണ്ട് വരെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ആ ബോക്സ് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ ഇതൊരു ഇറേസറിന്റെ ചിഹ്നം പോലെയായിട്ട് ഒരു ക്യാപിറ്റൽ എയും സ്മോൾ എയും ഒരു ബോക്സിലായിട്ട്. ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയാ. എന്താണ്? ക്ലിയർ ഫോർമാറ്റിംഗ്. ഈ ഒരു ഓപ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. ഓക്കെ, ക്ലിയർ ഫോർമാറ്റിംഗ് എന്നാണ് ഈ ഒരു ഓപ്ഷനെ പറയാ. ഒന്നുമില്ല, നമ്മളെ ഫോണ്ട് ഗ്രൂപ്പിലുള്ള ഒരു ഓപ്ഷനാണ് ക്ലിയർ ഫോർമാറ്റിംഗ്. അതായത് നമുക്ക് ആ ഫോർമാറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ക്ലിയർ ഫോർമാറ്റിംഗ്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മൾ ഫോണ്ടിലുള്ള ഗ്രൂപ്പ് ഓപ്ഷൻസുകൾ പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പഠിക്കുമ്പോൾ അതിലുള്ള ഒരാളാണ് എന്നുള്ളതിൽ എടുത്തു പറഞ്ഞതാണ് ഞാൻ ക്ലിയർ ഫോർമാറ്റിംഗ്. ദെൻ ആ ഒരു റോയിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു. അതായത് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പില് നമ്മൾ പറയുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് റോയിൽ വരിക ഫോണ്ട് സൈസ്, പിന്നെ ഷ്രിങ്ക് ഫോണ്ടും ഗ്രോ ഫോണ്ടും ഷ്രിങ്ക് ഫോണ്ടും വരും, ക്ലിയർ ഫോർമാറ്റിംഗ് വരും. ദെൻ അടുത്ത റോയിലായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരും.
ഈ ബോക്സിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, അതേപോലെ സ്ട്രൈക്ക് ത്രൂ, പിന്നെ അതേപോലെ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, സെന്റൻസ് കേസ് ഒക്കെ വരും. അപ്പൊ നമുക്ക് അടുത്തത് അത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് പറയുന്നത് ബോൾഡിനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ബോൾഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത്. ഇതാരാണ്? അപ്പൊ ആദ്യത്തെ ആരാണ്? ബോൾഡ് അല്ലെ. ബോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോർമാറ്റ്, നമ്മൾ ടൈപ്പ് ചെയ്ത ഫോർമാറ്റ് ഒന്ന് എടുത്ത് കാട്ടണം, അല്ലെങ്കിൽ അതിനൊന്നും കൂടി കട്ടി കൂട്ടണം. അപ്പൊ ഞാനൊരു ബി എന്ന് എഴുതിയത് എനിക്ക് ഒന്നും കൂടെ ഇങ്ങനെ കട്ടി കൂട്ടിയിട്ട് വരണമെങ്കിൽ, ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ കട്ടി കൂട്ടി വരണമെങ്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എന്ത്? ബോൾഡ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇപ്പൊ ഇവിടെ ഒരു മാറ്റർ എഴുതി, മാറ്റർ പിന്നെ ടൈപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് അതൊന്ന് ബോൾഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഈ മാറ്ററിനെ മൊത്തം സെലക്ട് ചെയ്യും, ദെൻ ബോൾഡ് കൊടുക്കും. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്താ? Ctrl+B അല്ലെ. Ctrl+B ആണ് ഷോർട്ട് കട്ട്. പഠിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഷോർട്ട് കട്ട് കീ ഉണ്ട്, എടുത്തെടുത്ത് ആലോചിച്ച് പഠിക്കണേ. ദെൻ അടുത്ത ഓപ്ഷൻ ഏതാണ്? ഇറ്റാലിക്സ്. അടുത്ത ഓപ്ഷൻ എന്താണ്? ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിന് കുറച്ച് ചരിവോടെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എഴുതിയ ഒരു വാക്ക് ഇതാണെന്ന് ചോദിച്ചോ, ആപ്പിൾ എന്നാണ്. അപ്പൊ ആപ്പിളിനെ എനിക്ക് ബോൾഡ് ആക്കണേ. ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ബോൾഡ് പോവും അല്ലെ. ഇനി ഇതിനെ ഞാൻ ഇറ്റാലിക്സ് ആക്കണം എന്ന് വിചാരിക്കാം. ഇറ്റാലിക്സ് ആക്കണേ എന്ത് ചെയ്യും? ആദ്യം ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റാലിക്സ് ചെയ്തതിൽ എന്ത് ചെയ്യും? കുറച്ച് ചരിവോട് കൂടി എന്ത് വരും? ആപ്പിൾ എന്നുള്ളത് വരും. അതിനെയാണ് നമ്മൾ ഇറ്റാലിക്സ് ആക്കാനാണ് എന്ത് ചെയ്ത് ഈ ഐ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് അണ്ടർലൈനില് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ മാറ്റർ എഴുതി, ഒരുപാട് മാറ്റർ ഉണ്ട്. അപ്പൊ എനിക്ക് അതില് ചില വാക്കുകൾക്ക് അടിയിൽ അണ്ടർലൈൻ ഇടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അണ്ടർലൈൻ വരാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? സെലക്ട് ചെയ്യുന്നു, ദെൻ അണ്ടർലൈനിൽ പോകുന്നു. അല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് Ctrl+ എന്തായിരുന്നു അണ്ടർലൈന്? ഓർത്ത് നോക്കിയേ, Ctrl+ എന്തായിരുന്നു അണ്ടർലൈനിൽ വരിക? Ctrl+U അല്ലെ. അപ്പൊ ഞാൻ Ctrl+U ചെയ്യുന്നു അല്ലെ. അപ്പം Ctrl+I, Ctrl+B, Ctrl+U, മൂന്നിന്റെയും ഷോർട്ട് കട്ട് ഓർമ്മയുണ്ടല്ലോ. ദെൻ അടുത്തത് സ്ട്രൈക്ക് ത്രൂ. അടുത്തത് ആരാണ്? സ്ട്രൈക്ക് ത്രൂ. അടുത്ത ഓപ്ഷനാണ് ഫോണ്ട് ഗ്രൂപ്പിലുള്ള അടുത്ത ഓപ്ഷനാണ് ആര്? സ്ട്രൈക്ക് ത്രൂ. സ്ട്രൈക്ക് ത്രൂ ഏകദേശം ഇങ്ങനെ എഴുതിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമ്മൾ ചിലപ്പോൾ ഇതിന്റെ പരസ്യത്തിന്റെ ഓഫർ കാണല്ലേ, ഇപ്പം ഏകദേശം ഒരു വാല്യൂ എന്ന് പറയുന്നപ്പോ ഒരു ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പം 100 റുപ്പീസിന്റെ ഒന്നാണെങ്കിൽ അതിനെങ്ങനെ ജസ്റ്റ് വെട്ടിയിട്ട് അതിന് 99 റുപ്പീസിനോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന കണ്ടില്ലേ നിങ്ങൾ പരസ്യത്തില്. ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇപ്പൊ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് സബ്സ്ക്രിപ്റ്റ്. അടുത്ത ആളാണ് സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പം H2O ഇങ്ങനെയല്ലേ നമ്മളെ വാട്ടറിന്റെ കെമിക്കൽ ഫോമുല അല്ലെ. അപ്പം നമ്മൾ ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ 2H താഴെ ആയിട്ടല്ലേ വരേണ്ടത്, അല്ലെ ബേസ് ലൈനിന് താഴെ ആയിട്ടല്ലേ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് താഴെ വരാൻ വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, അപ്പം നമുക്ക് ബേസ് ലൈനിന്റെ താഴെയായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ഒരു സബ്സ്ക്രിപ്റ്റ്. അപ്പൊ അത് എവിടെ ഉള്ളതാണ്? ഹോം ടാബില് ഫോണ്ട് ഗ്രൂപ്പിലുള്ള ഒരു ഓപ്ഷനാണ് ഇത് സബ്സ്ക്രിപ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ആരാണ്? സൂപ്പർ സ്ക്രിപ്റ്റ്.
സൂപ്പർ സ്ക്രിപ്റ്റ് എന്താ? സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മളിപ്പം ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഇടല്ലോ. ഇങ്ങനെയല്ലേ എഴുതുക? ഡേറ്റഡ് 12th ഇങ്ങനെയല്ലേ കൊടുക്കുക? 12th ഓഗസ്റ്റ് അല്ലേ? ഇങ്ങനെയല്ലേ കൊടുക്കുക? 12th ഓഗസ്റ്റ് 2025 അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? അവിടെ സ്ഥലം ലൈറ്റാണ് എവിടെ വരുന്നത്? 2025 ഇങ്ങനെ ആയിരിക്കല്ലേ വരിക. അപ്പം ഇവിടെ ഈ TH കണ്ടില്ലേ? ഇത് മുകളിലല്ലേ വന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ഇങ്ങനെ ഇതിപ്പോ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരാളെ അല്ലെങ്കിൽ നമുക്ക് ബേസ് ലൈൻ, ഈ ബേസ് ലൈനിന്റെ മുകളിലേക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ഏത്? സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പം അതേപോലെ എഴുതാൻ അങ്ങനത്തെ അല്ലെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ x² + 2xy + 5 അങ്ങനത്തെയൊക്കെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ സ്ക്വയർ ബേസ് ലൈനിന്റെ മുകളിലല്ലേ 2 വരേണ്ടത്. അപ്പൊ ഇതേപോലത്തെ ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത് സൂപ്പർ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പം സബ്സ്ക്രിപ്റ്റിനും സൂപ്പർ സ്ക്രിപ്റ്റിനും എന്തുണ്ട്? ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയിലുണ്ടോ? സബ്സ്ക്രിപ്റ്റിന്റെയും സൂപ്പർ സ്ക്രിപ്റ്റിന്റെയും ഒക്കെ ഷോർട്ട് കട്ട്. സബ്സ്ക്രിപ്റ്റിന്റെ എന്തായിരുന്നു? കൺട്രോൾ പ്ലസ് ഈക്വൽ ആയിരുന്നു എന്ത്? സബ്സ്ക്രിപ്റ്റിൻ്റെത്. അതേപോലെ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെത് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഈക്വൽ ആയിരുന്നു എന്ത്? സൂപ്പർ സ്ക്രിപ്റ്റിന്റെ അല്ലേ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഷോർട്ട് കട്ട് കീ എന്തായാലും പഠിക്കണേ, ഓർത്ത് വെക്കുക. ദെൻ അടുത്ത ആളാണ് ആര്? അടുത്ത ആളാണ് ആര്? നമ്മളെ ടെക്സ്റ്റ് ഹൈലൈറ്റർ അല്ലെ? ഇതാണ് ആര്? ടെക്സ്റ്റ് ഹൈലൈറ്റർ. ടെക്സ്റ്റ് ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓർത്ത് വയ്ക്കുക, നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആളാണ് ആര്? ടെക്സ്റ്റ് ഹൈലൈറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഇത് ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലേ? എ എന്നുള്ള ഇതിനെയാണ് നമ്മൾ പറയാ ചേഞ്ച് കേസ്. ഇതാരാണ്? ചേഞ്ച് കേസ് ആണ്. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ചേഞ്ച് കേസിൽ വരുന്ന ആൾക്കാരാണ് ആരൊക്കെ? സെന്റൻസ് കേസ്. ചേഞ്ച് കേസിൽ വരുന്ന ആൾക്കാരാണ് സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ടൂഗിൾ കേസ്. ടൂഗിൾ കേസ്. ഓക്കെ, അപ്പൊ ചേഞ്ച് കേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്ന ആരൊക്കെയാണ്? സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ടൂഗിൾ കേസ്. ദെൻ സെന്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? സെന്റൻസ് കേസ് ഒന്നുമില്ല, ഒരു സെന്റൻസ്, ആ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാനാണ് അതിന് സെന്റൻസ് കേസ് യൂസ് ചെയ്യുന്നത്. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാറ്റർ സ്മോൾ ലെറ്ററിലാക്കാനാണ് ലോവർ കേസ് യൂസ് ചെയ്യുന്നത്. തന്നിട്ടുള്ള മാറ്റർ ക്യാപിറ്റൽ ലെറ്ററിലേക്ക്, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാനാണ് ആരെ? അപ്പർ കേസ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഇതേപോലെ ടൂഗിൾ കേസ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ടൈറ്റിൽ കേസ്. ആരാണ്? ടൈറ്റിൽ കേസ്. അപ്പം സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ടൂഗിൾ കേസ്, ടൈറ്റിൽ കേസ്. ഓക്കെ, അപ്പം എന്താ ടൈറ്റിൽ കേസ്? ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വേർഡ്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെന്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആണ്, ആ സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാനാണ്. ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ്, ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ആര്? ടൈറ്റിൽ കേസ് വരുന്നത്. ഇത് രണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ നോക്കണേ. ദെൻ ടൂഗിൾ കേസ് എളുപ്പമാണ് ആലോചിക്കാൻ. ടൂഗിൾ കേസ് ഇപ്പൊ അതാ ഞാൻ ഈ സെന്റൻസ് ഇത് എഴുതി, ഇതിപ്പോ സ്മോൾ ലെറ്ററിലല്ലേ, ഇതിന് എന്ത് ചെയ്യാം? ക്യാപിറ്റലിലേക്ക് ആക്കാം. ക്യാപിറ്റലിലേക്ക് ആവും. ടൂഗിൾ കേസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഞാൻ ഇത് സെലക്ട് ചെയ്ത് ടൂഗിൾ കേസ് പിന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഈ സെന്റൻസിന്റെ ഈ ഭാഗങ്ങൾ മൊത്തം എന്താവും? ക്യാപിറ്റൽ ആയിട്ട് മാറും.
ഇനി ഇത് മൊത്തം ക്യാപിറ്റലല്ലേ വന്നത് ആദ്യം, ഇപ്പം ഞാൻ ചെയ്തപ്പം അതിപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയാൽ എന്താ, ഈ ക്യാപിറ്റൽ എന്താവും, സ്മോളിലാവും. അപ്പം തന്നിട്ടുള്ള മാറ്റർ സ്മോളിലുള്ളതാണെങ്കിൽ, സ്മോൾ ലെറ്ററിലാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ആക്കാനും ക്യാപിറ്റൽ ഉള്ളതിലാണെങ്കിൽ സ്മോൾ ലെറ്ററിലാക്കാനാണ് എന്ത് ചെയ്ത് ട്യൂഗിൾ കേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ചേഞ്ച് കേസ് ആണ് ഈ ഒരു ഓപ്ഷൻ. ചേഞ്ച് കേസിലുള്ള ആൾക്കാരാണ് ആരൊക്കെ, സെന്റൻസ് കേസ്, ലോവർ കേസ്, ടൈറ്റിൽ കേസ്, അപ്പർ കേസ്, ട്യൂഗിൾ കേസ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കൂടി പറയാനുള്ളൂ. ആരാണ്, ഫോണ്ട് കളർ. ഫോണ്ട് കളർ എന്ന് പറയുന്നത് ആരാണ്, ഫോണ്ട് കളറ് നമുക്ക് എളുപ്പം ആലോചിച്ച് വെക്കാം. ഒന്നുമില്ല, ഫോണ്ടിന്റെ കളർ മാറ്റാൻ യൂസ് ചെയ്യുന്ന ആളാണ് ആര്, ഫോണ്ട് കളർ. ഓക്കെ, ഫോണ്ട് കളർ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, പേര് പോലെ തന്നെ ഫോണ്ട് കളർ മാറ്റാനുള്ള യൂസ് ചെയ്യുന്ന ആരാണ്, ഫോണ്ട് കളറാണ്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഫോണ്ട് എന്ന് പറഞ്ഞ ഒരു ടാബിലുള്ള ഒരു ഗ്രൂപ്പിലുള്ളത്. ഇതില് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒന്നുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഡീഫോൾട്ട് ഫോണ്ട് കളർ. ഡീഫോൾട്ട് ഫോണ്ട് കളർ ഒന്നെങ്കിൽ നിങ്ങൾ ഫോണ്ടിന്റെ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫോണ്ട് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റോ എന്തും ചെയ്താൽ മതി, അല്ലെ തുടക്കത്തിലോ ആ ഫോണ്ടിലുള്ള ഡീഫോൾട്ട് ആയ ഫോണ്ട് അതേപോലെ ഫോണ്ട് സൈസ് അതേപോലെ ഫോണ്ട് കളർ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, വേറെ എടുത്ത് എഴുതി വെക്കുക. നമ്മൾ നോക്കുമ്പോൾ ഒന്ന് എടുത്ത് ആദ്യം കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഡീഫോൾട്ട് ആയ ഫോണ്ട് കളറാണ് ഇത്. ഡീഫോൾട്ട് ഫോണ്ട് കളറാണ്. ഡീഫോൾട്ട് ഫോണ്ട് കളർ എന്ന് പറയുന്നത് ഏതാണ്, ബ്ലാക്ക് ആണ്. ഓക്കെ, ഡീഫോൾട്ട് ആയ ഫോണ്ട് കളർ എന്ന് പറയുന്നത് ഏതാണ്, ബ്ലാക്ക് ആണ് അല്ലെ. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടെക്സ്റ്റ് ഹൈലൈറ്റർ ഉണ്ടെന്ന് അല്ലെ, അപ്പൊ ഈ ടെക്സ്റ്റ് ഹൈലൈറ്ററിലെ ഡീഫോൾട്ട് കളർ എന്ന് പറയുന്നത്, ഓക്കെ, ഡീഫോൾട്ട് ആയ ടെക്സ്റ്റ് ഹൈലൈറ്റർ കളറിനോ ഡീഫോൾട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റർ കളർ എന്ന് പറയുന്നത് എന്താ, യെല്ലോ ആണ്. ഡീഫോൾട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ ഏതാണ്, യെല്ലോ ആണ്. അപ്പൊ ഞാൻ ഡീഫോൾട്ട് ആയ ഒരുപാട് എണ്ണം ഫോണ്ടിൽ പറഞ്ഞേ. ഡീഫോൾട്ട് ഏതായിരുന്നു, ഫോണ്ട് ഏതായിരുന്നു, കാലിബ്രി. ഫോണ്ട് സൈസ് 11. ഡീഫോൾട്ട് ഫോണ്ട് കളർ ബ്ലാക്ക്. ഡീഫോൾട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റർ കളർ യെല്ലോ. അപ്പൊ അതൊന്ന് വേറെ തന്നെ എടുത്ത് എഴുതിയിട്ട് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഫോണ്ട് സൈസ് 11 ആണ്. അതേപോലെ തന്നെ ഡീഫോൾട്ട് ആയ ലോവർ ഫോണ്ട് സൈസ് 8, ഹയർ ഫോണ്ട് സൈസ് 72. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോയിന്റ് 1, അതേപോലെ ഏറ്റവും വലിയ പോയിന്റ് 1638 ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഡെസിമൽ ആകുമ്പോൾ നമുക്ക് 0.5 വരുന്ന ഡെസിമൽസ് മാത്രമേ ഫോണ്ട് സൈസ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ ക്ലിയർ ആണല്ലോ അതൊക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഫോണ്ട് ഡയലോഗ് ബോക്സ് ഉണ്ടല്ലോ, ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിങ്ങൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ 2 ടാബുകളാണുള്ളത്. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ 2 ടാബുകളാണുള്ളത്. ഒന്ന് ഫോണ്ടും അതേപോലെ ഒന്ന് ക്യാരക്ടർ സ്പേസിങ്ങും. ഓർത്ത് വെക്കുക, ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണ്. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ 2 ടാബുകളാണുള്ളത്. ഒന്ന് ഫോണ്ടും അതേപോലെ തന്നെ ഒന്ന് ആരാണ്, ക്യാരക്ടർ സ്പേസിങ്ങും ആണല്ലോ. ഇനി നമ്മൾ ഫോണ്ട് ഇഫക്റ്റ് പറഞ്ഞല്ലോ. ഫോണ്ട് ഇഫക്റ്റ് ഏതൊക്കെയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, ഷാഡോ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ ഒക്കെ. അപ്പൊ അതൊക്കെ ഏതാണ്, ഫോണ്ട് ഇഫക്റ്റിൽ വരുന്ന. അങ്ങനെ മൊത്തം ഫോണ്ട് ഇഫക്റ്റുകൾ എത്ര ഉണ്ട്, 11 ഫോണ്ട് ഇഫക്റ്റുകളാണ് ഉള്ളത്. ഫോണ്ട് ഡയലോഗ് ബോക്സിലെ ടാബുകളാണ് 2. ഏതൊക്കെയാണ്, ഫോണ്ടും ക്യാരക്ടർ സ്പേസിങ്ങും. ഫോണ്ട് ഇഫക്റ്റുകൾ എത്ര എണ്ണാണ്, 11 ആണ്. ഓക്കെ, ഇനി ഡീഫോൾട്ട് ഫോണ്ട് സ്റ്റൈലോ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ. ഡീഫോൾട്ട് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ആരാണ്, റെഗുലർ. ഡീഫോൾട്ട് ഫോണ്ട് സ്റ്റൈല് റെഗുലർ. ഓക്കെ, അപ്പൊ ഞാൻ ആ
ഡീഫോൾട്ട് ആയ ആൾക്കാരൊക്കെ ഒന്ന് എടുത്ത് പറയാം. ഈ ബോക്സ് ഫോണ്ട് ഗ്രൂപ്പ് ക്ലിയർ അല്ലേ? ഇത് മായ്ക്കുന്നേ. അപ്പം ഫോണ്ട് സൈസ്, അപ്പൊ ഫോണ്ട് ആരായിരുന്നു ഡീഫോൾട്ട്? ഡീഫോൾട്ടിലുള്ളവരാണ്. ഫോണ്ട് ആരാണ്? കാലിബ്രി അല്ലേ? സൈസ് 11 ആണല്ലോ. ദെൻ ഇഫക്റ്റ് റെഗുലർ. ഇഫക്റ്റ് റെഗുലർ അല്ലേ? ദെൻ അടുത്തത് ഇഫക്റ്റ് റെഗുലർ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഫോണ്ട് പറഞ്ഞു, ഫോണ്ട് സൈസ് പറഞ്ഞു, ഇഫക്റ്റ് പറഞ്ഞു. പിന്നെ ഏതാണ്? ടെക്സ്റ്റ് ഹൈലൈറ്റർ അല്ലേ? ടെക്സ്റ്റ് ഹൈലൈറ്റർ കളർ. കളർ എന്നുള്ള ഓർക്കില്ലേ? യെല്ലോ. ഫോണ്ട് കളർ, ഡീഫോൾട്ട് ഫോണ്ട് കളർ ഏതായിരുന്നു? കളർന്ന് പോരെ? ഓർമ്മ ഉണ്ടാവല്ലോ. ബ്ലാക്ക് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഡീഫോൾട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഏത് ഗ്രൂപ്പിലുള്ളത്? കാര്യമായിട്ട് ഫോണ്ട് ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് പാരഗ്രാഫ് ഗ്രൂപ്പാണ്. പാരഗ്രാഫ് ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ആ ക്ലാസ്സിൽ പാരഗ്രാഫിനെ കുറിച്ചിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.